ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 11 അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിൻ്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവേ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവന് അരുളപ്പാടുണ്ടായതെന്ത്? ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, പൗലോസ് റോമ സഭയോട് പറയുകയാണ്, ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഏലിയാവിൻ്റെ ചരിത്രത്തിൽ ആ ഭാഗത്ത് പറയുന്നൊരു കാര്യം പറയുകയാണ്. നമുക്കറിയാം, ഏലിയാവ് ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, ഞാൻ ഒരുവനല്ലാതെ ആരും ഈ ഭൂമിയിൽ നിൻ്റെ നാമം മഹത്വത്തിനായിട്ടില്ല. കർത്താവിൻ്റെ മറുപടി അപ്പോൾ ഇങ്ങനെയല്ല. കർത്താവ് പറയുന്നത്, ഏലിയാവെ, അങ്ങനെയല്ല, ബാലിന് മുട്ടുമടക്കാത്ത, അശേരയെ ചുംബിക്കാത്ത 7000 പേരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ എനിക്കായി സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ നാമ മഹത്വത്തിനായി വേർതിരിച്ചിട്ടുണ്ട്. റോമാലേഖനത്തിനകത്ത് അതേ ഭാഗം എടുത്ത് പൗലോസ് കോട്ട് ചെയ്യുകയാണ്. പൗലോസ് പറയുന്നു, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. പ്രിയരെ, ദൈവം തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുകയാണ്. കർത്താവ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ വിധിക്കരുത്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെ വിധിക്കും. കാരണം എന്തുവാ? തെരഞ്ഞെടുപ്പ്, മുൻനിർണയം, ദൈവത്തിൻ്റെ വിളി, തേജസ്കരണം, ഇതെല്ലാം കർത്താവിൻ്റെ കൈക്കകത്തുള്ളതാണ്. ദൈവത്തിൻ്റെ മഹത്വമേറിയ സാന്നിധ്യത്തിനകത്തുള്ളതാണ്. അത് നമ്മൾ നോക്കുന്നത് പോലെയല്ല, ഏലിയാവ് കാണുന്നത് പോലെയല്ല, പൗലോസ് കാണുന്നത് പോലെയല്ല, പത്രോസ് കാണുന്നത് പോലെയല്ല, ഈ കാലഘട്ടത്തിൽ ആരെയും കുറിച്ച് കാണുന്നത് പോലെയല്ല. ദൈവം പറയുകയാണ്, ഞാൻ എനിക്കായി ഞാൻ ചിലതിനെ ശേഷിപ്പിച്ചിട്ടുണ്ട്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ആ ശേഷിപ്പിനകത്ത് കയറാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു എന്ന് എണ്ണി ആ ദൈവത്തിന് നന്ദി പറഞ്ഞു. അതിൻ്റെ അടുത്ത ഭാഗത്തൊരു വാക്യം പറയുന്നുണ്ട്, ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞെടുത്തത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. പ്രിയരെ, നമ്മൾ തിരഞ്ഞെടുത്തതല്ല, നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ മഹത്വത്തെ അറിഞ്ഞിട്ട് ആ കർത്താവിനെ മുറുകെ പിടിച്ച്, നമ്മുടെ പ്രവൃത്തി കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ ഗ്രേസാണ്, എവിടെയോ കിടന്ന് നമ്മെ വിളിച്ച് വേർതിരിച്ച് ഈ വലിയ സന്തോഷത്തിനകത്ത് പ്രവേശിച്ച് നഷ്ടപ്പെട്ടു പോകാതെ. എത്രയോ സ്ഥലത്ത് നമുക്ക് തകർന്നു പോകാമായിരുന്നു, എത്രയോ സ്ഥലത്ത് നമ്മൾ താളടിയായി പോകുമായിരുന്നു. പക്ഷേ ഒരു കുശവൻ്റെ കൈക്കകത്തിരിക്കുന്ന കളിമണ്ണ് പോലെ ഉടഞ്ഞുപോയ പാത്രത്തെ ഇന്നും വേറൊരു പാത്രമാക്കി നമ്മളെ നിലനിർത്തിയിരിക്കുന്ന ആ അപ്പന് നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. God bless you.